നമസ്കാരം, ഞാൻ ശ്രീകുട്ടി. പ്രധാന വാർത്തകൾ. പ്രത്യേക വോട്ടർ പട്ടിക പുതുക്കലിന് കോട്ടയം ജില്ലയിൽ തുടക്കം. മുതിർന്ന വോട്ടർ മീനടം സ്വദേശി ശോശാമ കുര്യന് വീട്ടിലെത്തി ജില്ലാ കളക്ടർ എന്യൂമറേഷൻ ഫോം നൽകി. വരും ദിവസങ്ങളിൽ BLOമാർ വോട്ടർമാരുടെ വീടുകളിലെത്തും. കോട്ടയത്ത് വയോധികയുടെ തലക്കടിച്ചു വീഴ്ത്തി 2 പവന്റെ മാല മോഷ്ടിച്ചു. പ്രതി അന്യസംസ്ഥാന തൊഴിലാളിയെന്ന് പോലീസ്. അന്വേഷണം ഊർജിതം. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ BDJS-ഉം NDA മുന്നണിയും കരുത്തു തെളിയിക്കുമെന്ന് തുഷാർ വെള്ളാപ്പള്ളി. ഒറ്റക്കെട്ടായി പ്രവർത്തിക്കും. സർക്കാരിന്റെ മദ്യക്കച്ചവടത്തിന്റെ ഇരയാണ് ട്രെയിനിൽ ആക്രമണത്തിനിരയായ പെൺകുട്ടിയെന്ന് ജബി മേത്തർ MP. കേരളത്തിൽ സ്ത്രീകൾ ട്രെയിനിൽ സുരക്ഷിതമായി യാത്ര ചെയ്യാൻ കഴിയില്ല. വാർത്തകൾ വിശദമായി. പ്രത്യേക തീവ്ര വോട്ടർ പട്ടിക പുതുക്കലിന് കോട്ടയം ജില്ലയിൽ തുടക്കം. വോട്ടർ പട്ടിക പരിഷ്കരിക്കുന്നതിന്റെ ഭാഗമായി ജില്ലയിലെ 1564 ബൂത്തുകളിലും BLOമാർ വോട്ടർമാരുടെ വീടുകളിലെത്തി എന്യൂമറേഷൻ ഫോം വിതരണം ചെയ്തു തുടങ്ങി. ജില്ലയിലെ ഏറ്റവും മുതിർന്ന വോട്ടറായ മീനടം സ്വദേശി ശോശാമ കുര്യന് വീട്ടിലെത്തി ഫോം വിതരണം ചെയ്ത് ജില്ലാ കളക്ടർ ചേതൻകുമാർ മീണ SARന് തുടക്കം കുറിച്ചു. പ്രത്യേക തീവ്ര വോട്ടർ പട്ടിക പുതുക്കലിന് കോട്ടയം ജില്ലയിൽ തുടക്കമായി. ജില്ലയിലെ ഏറ്റവും മുതിർന്ന വോട്ടറായ 108 വയസ്സ് പിന്നിട്ട മീനടം മാളിയേക്കൽ ശോശാമ കുര്യന് വീട്ടിലെത്തി ഫോം വിതരണം ചെയ്ത് ജില്ലാ കളക്ടർ ചേതൻകുമാർ മീണ നടപടികൾക്ക് തുടക്കം കുറിച്ചു. ശോശാമയുടെ മകൾ 90 വയസ്സ് പിന്നിട്ട MK ഏലിയാമ്മയ്ക്കും കളക്ടർ ഫോം കൈമാറി. മുതിർന്ന വോട്ടർ കൂടിയായ സുപ്രീം കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് KT തോമസിനെയും വീട്ടിൽ സന്ദർശിച്ച് ജില്ലാ കളക്ടർ എന്യൂമറേഷൻ ഫോം നൽകി. ഭിന്നശേഷിക്കാരനായ തിരുനക്കര സ്വദേശി വടക്കേടത്ത് വാര്യത്ത് ഉണ്ണികൃഷ്ണൻ, കാരാപ്പുഴ മാളികപ്പീടികയിലെ 97 വയസ്സ് പിന്നിട്ട ചെല്ലപ്പൻ, ഭാര്യ ജാനകി, മാളികപ്പീടികയിലെ 90 വയസ്സുള്ള മണിയമ്മ, പനച്ചിക്കാട് മലവേടൻ കോളനിയിലെ ചെല്ലമ്മ എന്നിവരുടെ വീടുകളിലും ഫോം നൽകുന്നതിനായി കളക്ടർ നേരിട്ടെത്തി. ഫോം വിതരണത്തിനും പൂരിപ്പിച്ച ഫോമുകൾ ശേഖരിക്കുന്നതിനുമായി നവംബർ 4 മുതൽ ഡിസംബർ 4 വരെയാണ് BLOമാർ ഭവന സന്ദർശനം നടത്തുന്നത്. ഈ വർഷം വോട്ടർ പട്ടികയിൽ ഉണ്ടായിരുന്ന എല്ലാവർക്കും എന്യൂമറേഷൻ ഫോം നൽകും. BLOമാർ നൽകുന്ന 2 ഫോമുകളും പൂരിപ്പിച്ച് നൽകണം. ഒരു കളർ ഫോട്ടോയും ഫോമിൽ പതിക്കാം. ഫോം പൂരിപ്പിക്കാൻ BLOമാരുടെ സഹായവും തേടാം. ഓൺലൈനായും ഫോം പൂരിപ്പിക്കാൻ കഴിയും. കൂടുതൽ വിവരങ്ങൾക്ക് 1950 എന്ന ടോൾ ഫ്രീ നമ്പറിലോ ജില്ലയിലെ ഹെൽപ്പ് ഡെസ്കിലോ ബന്ധപ്പെടാം. കോട്ടയം കളക്ടറേറ്റിലെ ഹെൽപ്പ് ഡെസ്ക് നമ്പർ 0481256008. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കോട്ടയത്ത് വയോധികയായ കടയുടമയെ തലക്കടിച്ചു വീഴ്ത്തി 2 പവന്റെ സ്വർണ്ണമാല കവർന്നു. അന്യസംസ്ഥാന തൊഴിലാളിയായ പ്രതിക്കായി പോലീസ് അന്വേഷണം തുടങ്ങി. കോട്ടയത്ത് കടയുടമയായ സ്ത്രീയെ തലക്കടിച്ചു വീഴ്ത്തിയ അക്രമി 2 പവന്റെ സ്വർണ്ണമാല കവർന്നു. നാഗമ്പടം പനയക്കഴിപ്പ് റോഡ് ഭാഗത്ത് പെട്ടിക്കട നടത്തുന്ന അയ്മനം വില്ലൂത്തറ രത്നമ്മയെയാണ് ആക്രമിച്ചത്. അതിഥി തൊഴിലാളിയാണ് കവർച്ച നടത്തിയതെന്നും പോലീസ് പറഞ്ഞു. തലയിൽ മുറിവേറ്റ രത്നമ്മയെ വിദഗ്ധ ചികിത്സയ്ക്കായി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ഇന്നലെ ഉച്ചയ്ക്ക് 2-നായിരുന്നു സംഭവം. അയ്മനത്ത് മകളുടെ വീട്ടിൽ താമസിക്കുന്ന രത്നമ്മ നാളുകളായി കട നടത്തി വരികയാണ്. കടയിൽ തിരക്കില്ലാത്ത സമയത്താണ് അതിഥി തൊഴിലാളി എത്തിയത്. മാല പൊട്ടിക്കാൻ ശ്രമിച്ചത് തടഞ്ഞതോടെ കടയിൽ ഉണ്ടായിരുന്ന കട്ടിയുള്ള പാത്രം ഉപയോഗിച്ച് തലയുടെ പിൻഭാഗത്തും കൈയിലും അടിക്കുകയായിരുന്നുവെന്ന് വെസ്റ്റ് SHO MJ അരുൺ പറഞ്ഞു. കൈപ്പത്തിയുടെ അസ്ഥിയിലും പൊട്ടലുണ്ട്. 2-2.25 കറി ഉണ്ടാക്കാൻ വേണ്ടി സാധനങ്ങളൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ ഇടയ്ക്ക് ഒരുത്തൻ കയറി വന്ന് പെടൽ കയറി പിടിച്ച്. അപ്പോഴാണ് ചേച്ചി ആളെ കാണുന്നത്. പിടിച്ച് ഉരുട്ടിപ്പിടുത്തമായി. അവിടെ ഇരുന്ന വിളക്ക് എടുത്ത് തലക്കെട്ടടിച്ച് മാലയും പിടിച്ചുകൊണ്ട് ഓടുകയായിരുന്നു. ഇതിനു മുമ്പ് കണ്ടിട്ടുള്ള എന്നെ ചേച്ചി പറഞ്ഞു. 2 പ്രാവശ്യം ഇവിടെ വന്നെന്നാ പറയുന്നത്. അന്ന് തന്നെ എന്നാ പറഞ്ഞ ചേച്ചി. ഞാൻ ആളെ കണ്ടില്ല. അക്രമി കടന്നു കളഞ്ഞു. സ്ഥലത്തെത്തിയ പോലീസ് സമീപത്തെ CCTV ദൃശ്യം പരിശോധിച്ചു. സംശയം തോന്നിയ 2 പേരെ പിടികൂടിയെങ്കിലും പിന്നീട് വിട്ടയച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. വരുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ BDJS-ഉം NDA മുന്നണിയും കരുത്തു തെളിയിക്കുമെന്ന് സംസ്ഥാന അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി. കോട്ടയം ഈസ്റ്റ് ജില്ലാ നേതൃസംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വരുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ BDJS-ഉം NDA മുന്നണിയും കരുത്തു തെളിയിക്കുമെന്ന് BDJS സംസ്ഥാന അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞു. BDJS കോട്ടയം ഈസ്റ്റ് ജില്ലാ നേതൃസംഗമം ഇടമറ്റം ഓശാന മൗണ്ടിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ പറയുന്ന പാല നിയോജകമണ്ഡലം അല്ലെങ്കിൽ കേരള കോൺഗ്രസിന്റെ പോലും ഏതാണ്ട് 50 വർഷക്കാലമായിരുന്നു അന്ന് കേരള കോൺഗ്രസ് സ്ഥാപിച്ച ശേഷം. അന്ന് കേരള കോൺഗ്രസ് നമ്മൾ തമ്മിലുള്ള വോട്ടിന്റെ വ്യത്യാസം, മൊത്തം കിട്ടിയ വോട്ടിന്റെ വ്യത്യാസം പറയുന്നത് 2000 വോട്ടാണ്. പക്ഷെ അതേ സമയത്ത് കേരളത്തിൽ BJP സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് 5% വോട്ടുകൾ ഉണ്ടായിരുന്ന ഒരവസ്ഥയിൽ നിന്ന് കേരളത്തിൽ ഏതാണ്ട് എല്ലാ സ്ഥലങ്ങളിലും വലിയ മുന്നേറ്റം ഉണ്ടാകുകയും 7ഓളം സ്ഥലങ്ങളിൽ 2ാം സ്ഥാനത്തും
ഒന്നാം സ്ഥാനത്ത് ഒരു സ്ഥലവും ബാക്കിയുള്ള എല്ലാ പ്രദേശങ്ങളിലും 10,000, 25,000, 2,000 വോട്ടുണ്ടായ സ്ഥലത്ത് നമുക്ക് 25,000, 30,000 വോട്ടിലേക്ക് വോട്ട് ഉയർത്തിയ ഒരു കാലഘട്ടമാണ്. സമ്മേളനത്തിൽ BDJS കോട്ടയം ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് സുരേഷ് ഏട്ടിക്കുന്നാൻ അധ്യക്ഷത വഹിച്ചു. ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ യോഗത്തിൽ ചർച്ച ചെയ്യും. സംസ്ഥാന വൈസ് പ്രസിഡന്റ് K. പത്മകുമാർ പുതിയ ജില്ലാ കമ്മിറ്റിയുടെ ഔദ്യോഗിക പ്രഖ്യാപനം നടത്തി. സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് PS ജോസഫ്, കൌൺസിൽ അംഗം സനീഷ് പുല്ലുവ, സംസ്ഥാന സമിതി അംഗം ED പ്രകാശ് തുടങ്ങിയവർ പ്രസംഗിച്ചു. BDJS കോട്ടയം ഈസ്റ്റ് ജില്ലയിൽ ഉൾപ്പെടുന്ന കടുത്തുരുത്തി, പാല, പൂഞ്ഞാർ, കാഞ്ഞിരപ്പള്ളി നിയോജക മണ്ഡലങ്ങളിൽ നിന്നുമായി വിവിധ സംഘടനാ മണ്ഡലം ഭാരവാഹികൾ, പോഷക സംഘടനാ ഭാരവാഹികൾ ഉൾപ്പെടെയുള്ള 300ഓളം ഭാരവാഹികൾ യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാല. സർക്കാരിന്റെ മദ്യക്കച്ചവടത്തിന്റെ ഇരയാണ് ട്രെയിനിൽ ആക്രമണത്തിനിരയായ പെൺകുട്ടിയെന്ന് മഹിളാ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ ജെബി മേത്തർ. കേരളത്തിലെ സ്ത്രീകൾ മനസ്സമാധാനത്തോടെ ട്രെയിനിൽ യാത്ര ചെയ്യാൻ കഴിയാത്ത സാഹചര്യമാണ് ഉള്ളതെന്നും ജെബി മേത്തർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. സംസ്ഥാന സർക്കാരിന്റെ പെരുകുന്ന മദ്യക്കച്ചവടത്തിന്റെ ഇരയാണ് ട്രെയിനിൽ ആക്രമണത്തിനിരയായ പെൺകുട്ടിയെന്ന് മഹിളാ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ ജെബി മേത്തർ ആരോപിച്ചു. മദ്യത്തിന്റെയും ലഹരിയുടെയും രാജ്യത്തെ തന്നെ ഏറ്റവും ഉയർന്ന ഉപഭോഗമുള്ള സംസ്ഥാനങ്ങളിൽ ഒന്നാക്കി കേരളത്തെ പിണറായി സർക്കാർ മാറ്റിയിരിക്കുകയാണെന്നും ജെബി മേത്തർ പറഞ്ഞു. കേരളത്തിലെ സ്ത്രീകൾക്ക് മനസ്സമാധാനത്തോടെ ട്രെയിനിൽ യാത്ര ചെയ്യാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത്. സ്ത്രീകൾക്ക് സുരക്ഷ ഉറപ്പാക്കുന്നതിൽ സംസ്ഥാന സർക്കാരിന് വീഴ്ച പറ്റി. ഗോവിന്ദചാമി സംഭവത്തിനു ശേഷവും സംസ്ഥാനത്തെ ട്രെയിനുകൾ സ്ത്രീ യാത്രികർ അരക്ഷിതരാണെന്ന് ഈ സംഭവം സൂചിപ്പിക്കുന്നുവെന്നും ജെബി മേത്തർ പറഞ്ഞു. ഇപ്പോൾ യാത്ര ചെയ്യാൻ കഴിയുമോ എന്ന ആവലാതിയിലാണ് കേരളത്തിലെ സ്ത്രീകളുള്ളത്. എന്ത് മനസ്സമാധാനത്തോടുകൂടി എന്തൊക്കെ നൽകി എന്ന് പറഞ്ഞാലും സ്ത്രീകളുടെ സുരക്ഷ തന്നെയാണ് പരമപ്രധാനം. ഇതിന് പ്രത്യേക പരിഗണന സർക്കാർ ഇന്നലെ നടന്ന ആ ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ട് ഇടപെടണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത്. ശ്രീകുട്ടിക്ക് സൗജന്യ ചികിത്സയും സഹായവും സംസ്ഥാന സർക്കാർ ഉറപ്പാക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടു. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ആവശ്യത്തിന് പോലീസുകാരെ തീവണ്ടികളിൽ നിയോഗിക്കണം. ഓട്ടോമാറ്റിക് വാതിലുകൾ തീവണ്ടികളിൽ ഘടിപ്പിക്കുന്നതിന് റെയിൽവേ മുന്നോട്ട് വരികയും വേണമെന്ന് ജെബി മേത്തർ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പാല മുണ്ടാങ്കൽ ഭാഗത്ത് പാല ഹൈവേ പോലീസ് വാഹനം അപകടത്തിൽപ്പെട്ടു. SI നൌഷാദ്, പോലീസുകാരായ സെബിൻ, എബിൻ എന്നിവർക്ക് പരിക്കേറ്റു. സെബിന്റെ കാലിന് ഒടിവും മുഖത്ത് സാരമായ പരിക്കുകളും ഏറ്റു. മറ്റു രണ്ടുപേരുടെയും പരിക്ക് ഗുരുതരമല്ല. ഇവരെ ചെറുപ്പുങ്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്ന് പുലർച്ചെ 4 മണിയോടെയായിരുന്നു അപകടം. മീനടം ഗ്രാമപഞ്ചായത്തിലെ ഹോമിയോ ഡിസ്പെൻസറിക്കായി പണി കഴിപ്പിച്ച പുതിയ കെട്ടിടം നാടിന് സമർപ്പിച്ചു. അഡ്വക്കേറ്റ് ചാണ്ടി ഉമ്മൻ MLAയും ഫ്രാൻസിസ് ജോർജ് MP ഉദ്ഘാടനം നിർവഹിച്ചു. മീനണം ഗ്രാമപഞ്ചായത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഹോമിയോ ഡിസ്പെൻസറിയിൽ എത്തുന്ന രോഗികൾക്ക് മികച്ച സേവനവും സ്ഥാപനത്തിന്റെ അടിസ്ഥാന സൗകര്യവും ലക്ഷ്യമാക്കി പണി പൂർത്തീകരിച്ച പുതിയ കെട്ടിടം നാടിന് സമർപ്പിച്ചു. കോട്ടയം ജില്ലാ പഞ്ചായത്തുമായി ചേർന്നാണ് പുതിയ കെട്ടിടം പണിതത്. പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് ചാണ്ടി ഉമ്മൻ MLA നിർവഹിച്ചു. ഹോമിയോ എന്ന് പറഞ്ഞാൽ ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മെഡിക്കൽ ശാഖകളിലൊന്ന്. ആയുഷിന്റെ ഹോമിയോ ആണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു യോഗ സെന്റർ കൂടി തുടങ്ങുമെന്നുള്ള വാക്കാണ് പ്രിയപ്പെട്ട പ്രസിഡന്റ് ഇവിടെ തന്നിരിക്കുന്നത്. യോഗയും നമ്മുടെ നാടിന് അനിവാര്യമായിട്ടുള്ള ഒരു മെത്തേഡാണ്, ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു ഇന്നർ ഹീലിങ്ങിനുള്ള മെത്തേഡാണ്. എന്നെ സംബന്ധിച്ച് എൻ്റെ തെരഞ്ഞെടുപ്പ് കാലം എനിക്ക് ഭയങ്കര ഹെക്റ്റിക് ആയിട്ടുള്ള സമയമാണ്. പ്രത്യേകിച്ച് എൻ്റെ പിതാവിന്റെ മരണം ഞങ്ങളെ കുടുംബത്തെയൊക്കെ പിടിച്ച് ഉലച്ച ഒരു സംഭവമാണ്. അപ്പോഴൊക്കെ ഞങ്ങളെ എന്താ പറയുക, അതിനെ കരകയറുവാൻ സഹായിച്ചത് യോഗയാണ്. ഇതോടൊപ്പം പഴയ കെട്ടിടം നവീകരിച്ചെടുത്ത യോഗ പരിശീലന ഹാളിന്റെയും ഫിസിയോതെറാപ്പി സെന്ററിന്റെയും ഉദ്ഘാടനം അഡ്വക്കേറ്റ് ഫ്രാൻസിസ് ജോർജ് MP നിർവഹിച്ചു. നമുക്ക് ശരീരത്തിനും മനസ്സിനും എല്ലാം പ്രയോജനം ചെയ്യുന്ന ഒരു ഇന്ത്യയുടെ തനതായ ഒരു ചികിത്സാ വിധി എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. അതോടൊപ്പം തന്നെ ഫിസിയോതെറാപ്പി നമുക്ക് എല്ലാവർക്കും ആവശ്യമാണ്. ഇപ്പോൾ ഒരു രോഗത്തിൽ നിന്ന് പൂർണ്ണമായി നമ്മൾ മരുന്നുകൊണ്ട് മാത്രം മാറിയെന്ന് വരില്ല. അപ്പോൾ അത് ഇന്നിപ്പോൾ നമുക്ക് ഈ പറയുന്ന പലപ്പോഴും നമുക്ക് ഫിസിയോതെറാപ്പി ഒക്കെ ആശ്രയിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പം അതിനുള്ള ഒരു സൗകര്യം നമ്മുടെ ഈ ഗ്രാമപ്രദേശത്ത് ഉണ്ടാവുക എന്നുള്ളത് തീർച്ചയായിട്ടും വളരെ നല്ല കാര്യമാണ്. മീനടം പഞ്ചായത്ത് പ്രസിഡന്റ് മോനിച്ചൻ കിഴക്കേടം, ജില്ലാ പഞ്ചായത്ത് അംഗം രാധാ വി നായർ, മിനി ഫിലിപ്പ്, റെജി ചാക്കോ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. മീനടം ഗ്രാമപഞ്ചായത്തിലെ കാർഷിക വിപണന പരിശീലന കേന്ദ്രം ഉമ്മൻചാണ്ടി സ്മാരക ഹാൾ ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് ചാണ്ടി ഉമ്മൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. മീനടം പഞ്ചായത്ത് പ്രസിഡന്റ് മോനിച്ചൻ കിഴക്കേടം അധ്യക്ഷനായി. ഫ്രാൻസിസ് ജോർജ് MP മുഖ്യാതിഥിയായി. പാല ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് തിരിതെളിഞ്ഞു. 56 സ്കൂളുകളിലെ 1678 കുട്ടികൾ 3 ദിവസങ്ങളിലായുള്ള മത്സരത്തിൽ പങ്കെടുക്കുന്നു.
പാലാ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് പാലാ സെന്റ് തോമസ് HSSൽ തുടക്കമായി. രാവിലെ പാലാ നഗരത്തിലൂടെ മുനിസിപ്പാലിറ്റിയിലെ വിവിധ സ്കൂളുകളിലെ കുട്ടികൾ പങ്കെടുത്ത ഘോഷയാത്ര നടന്നു. പാലാ മഹാത്മാഗാന്ധി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് മാൻസിക്കപ്പൻ MLA ഘോഷയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു. 117 മത്സര ഇനങ്ങളിൽ 2000-ലധികം കലാപ്രതിഭകൾ മത്സരിക്കുന്ന ഈ കലാമാമാങ്കത്തിന് മുന്നോടിയായുള്ള ഘോഷയാത്ര പാലാ സെന്റ് തോമസ് HSSലെത്തിയപ്പോൾ പാലാ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ KB സജി പതാക ഉയർത്തി. മുനിസിപ്പൽ ചെയർമാൻ തോമസ് പീറ്റർ കലാമേളയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. സ്കൂൾ മാനേജർ ഫാദർ ജോസ് കാക്കലിൽ, കോർപ്പറേറ്റ് സെക്രട്ടറി ഫാദർ ജോർജ് പുല്ലുകലായിൽ, വൈസ് ചെയർപേഴ്സൺ PG ജോജോ, വാർഡ് കൗൺസിലർ പ്രിൻസ് തുടങ്ങിയവർ പങ്കെടുത്തു. 9 സ്റ്റേജുകളിലായി 56 സ്കൂളുകളിലെ 1678 കുട്ടികൾ 215 മത്സര ഇനങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്. കലോത്സവത്തിന് ഈ മാസം 7-ന് കൊടിയിറങ്ങും. ന്യൂസ് ബ്യൂറോ, പാലാ. മുന്നോക്ക വിഭാഗത്തിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളെക്കുറിച്ച് പഠനം നടത്തിയ ജസ്റ്റിസ് ഹരിഹരൻ നായർ കമ്മീഷൻ റിപ്പോർട്ട് അടിയന്തരമായി നടപ്പാക്കണമെന്ന് നായർ ഐക്യവേദി ആവശ്യപ്പെട്ടു. റിപ്പോർട്ട് കിട്ടി 3.5 വർഷം കഴിഞ്ഞിട്ടും ഈ റിപ്പോർട്ട് നിയമസഭയിൽ അവതരിപ്പിക്കാനോ നടപ്പാക്കാനോ സംസ്ഥാന സർക്കാർ തയ്യാറായിട്ടില്ലെന്നും NSS ഇക്കാര്യത്തിൽ ഇടപെടുന്നില്ലെന്നും നായർ ഐക്യവേദി ഭാരവാഹികൾ കോട്ടയത്ത് കുറ്റപ്പെടുത്തി. കേരള ഖജനാവിൽ നിന്ന് 1 കോടി രൂപ മുടക്കി ജസ്റ്റിസ് MR ഹരിഹരൻ നായരുടെ ഒരു കമ്മീഷൻ, നേതൃത്വത്തിലുള്ള ഒരു കമ്മീഷനെ നിയോഗിച്ചു. എന്താണ് ആ കമ്മീഷന്റെ ലക്ഷ്യം? അന്ന് കേരളത്തിൽ 19,634 വാർഡുകളാണ് ഉണ്ടായിരുന്നത്. ഇന്ന് കുറെ കൂടി മാറ്റം വന്നിട്ടുണ്ട്. ഈ വാർഡുകളിലെ 5 കുടുംബങ്ങൾ, മുന്നോക്കം എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെടുന്ന അതിദാരിദ്ര്യം അനുഭവിക്കുന്ന 5 കുടുംബങ്ങളിൽ വീതം സർവേ നടത്തി റിപ്പോർട്ട് കൊടുക്കുക. ജസ്റ്റിസ് ഹരിഹരൻ നായർ കമ്മീഷൻ 2022 മാർച്ച് 8-ന് കേരള സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. 3.5 വർഷം കഴിഞ്ഞു. 3.5 വർഷം കഴിഞ്ഞിട്ടും അതൊന്ന് തിരിഞ്ഞു നോക്കുവാൻ പോലും ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ, പാവപ്പെട്ടവരുടെ സർക്കാർ, ഇതുവരെ തയ്യാറായിട്ടില്ല. 3.5 വർഷം കഴിഞ്ഞിട്ടും അതിനകത്ത് എന്താണുള്ളത് എന്നുള്ളത് പൊതുജനങ്ങളെ അറിയിക്കാൻ പോലും ഉള്ള സൗമനസ്യം സർക്കാർ കാട്ടിയിട്ടില്ല. കോട്ടയം ജില്ലയുടെ പൂന്തോട്ടമായി പാലാ മാറണമെന്ന് ജോസ് കെ മാണി MP. പാലായിലെ സൗന്ദര്യവൽക്കരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയുടെ പൂന്തോട്ട നഗരമാണ് ബാംഗ്ലൂർ. അതുപോലെ തന്നെ കോട്ടയം ജില്ലയുടെ പൂന്തോട്ടമായി പാലാ മാറട്ടെ എന്ന് MP ആശംസിച്ചു. പാലാ നഗരസഭ സ്വകാര്യ വ്യക്തികളുമായി ചേർന്ന് നഗരം മോടി പിടിപ്പിക്കുന്നതിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു MP. ബാംഗ്ലൂർ എന്ന് പറയുന്ന പണ്ട് കാലത്ത് ഗാർഡൻ സിറ്റി എന്നാണ് പറയുന്നത്. ഒരു പക്ഷേ അതിൽ നിന്നൊക്കെ ഇച്ചിരി മാറിപ്പോയി കാണും. പക്ഷെ പാലായെ ഒരു ഗാർഡൻ സിറ്റി ആക്കിയത്, ഗാർഡൻ ടൗൺഷിപ്പ് ആക്കി മാറ്റുന്നതിൻ്റെ ഭാഗമായി ബഹുമാനായ ചെയർമാൻ്റെ നേതൃത്വത്തിൽ പാലാ മുനിസിപ്പാലിറ്റി തുടക്കി വെച്ച ഈ പദ്ധതി തീർച്ചയായും നമ്മുടെ ജനങ്ങൾ സ്വീകരിക്കും എന്നുള്ളതിന് സംശയമില്ല. ഇതിന് ഓരോ പ്രദേശത്തും സ്പോൺസർഷിപ്പുമായി ബന്ധപ്പെട്ടാണ് പോകുന്നത്. തീർച്ചയായും ഈ പ്രദേശത്ത് സ്പോൺസർഷിപ്പ് ചാവറ സ്കൂളിൻ്റെ മാനേജർ സാബു അച്ഛനാണ്. അദ്ദേഹത്തിന് ഈ സന്ദർഭത്തിൽ ഞാൻ പ്രത്യേകം നന്ദിയോടെ ഓർക്കുന്നു. യോഗത്തിൽ ചെയർമാൻ തോമസ് പീറ്റർ അധ്യക്ഷനായിരുന്നു. വൈസ് ചെയർപേഴ്സൺ PG ജോജോ, നഗരസഭയിലെ കൗൺസിലർമാർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ന്യൂസ് ബ്യൂറോ, പാലാ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രത്യേക വോട്ടർ പട്ടിക പുതുക്കലിന് കോട്ടയം ജില്ലയിൽ തുടക്കം. മുതിർന്ന വോട്ടർ മീനടം സ്വദേശി ശോശാമ കുര്യന് വീട്ടിലെത്തി ജില്ലാ കളക്ടർ എന്യൂമറേഷൻ ഫോം നൽകി. വരും ദിവസങ്ങളിൽ BLOമാർ വോട്ടർമാരുടെ വീടുകളിലെത്തും. കോട്ടയത്ത് വയോധികയുടെ തലക്കടിച്ചു വീഴ്ത്തി 2 പവന്റെ മാല മോഷ്ടിച്ചു. പ്രതി അന്യസംസ്ഥാന തൊഴിലാളിയെന്ന് പോലീസ്. അന്വേഷണം ഊർജിതം. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ BDJS-ഉം NDA മുന്നണിയും കരുത്തു തെളിയിക്കുമെന്ന് തുഷാർ വെള്ളാപ്പള്ളി. ഒറ്റക്കെട്ടായി പ്രവർത്തിക്കും. സർക്കാരിന്റെ മദ്യക്കച്ചവടത്തിന്റെ ഇരയാണ് ട്രെയിനിൽ ആക്രമണത്തിനിരയായ പെൺകുട്ടിയെന്ന് ജബി മേത്തർ MP. കേരളത്തിൽ സ്ത്രീകൾ ട്രെയിനിൽ സുരക്ഷിതമായി യാത്ര ചെയ്യാൻ കഴിയില്ല. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.